വേടനെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ലഹരി ഉപയോഗിച്ചിരുന്നോ? ലഹരി ഉപയോഗിച്ചിരുന്നോ? ബലം പിടിക്കല്ലേ, ബലം പിടിക്കല്ലേ, എന്നെ ഉപദ്രവിക്കുന്നു. വേടനെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറക്കുന്ന ദൃശ്യങ്ങളാണ്. വലിയ തിരക്ക് അവിടെ സ്വാഭാവികമായിട്ടുണ്ടായി. ലഹരി ഉപയോഗിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. വേടനെ ഇപ്പോൾ വാഹനത്തിൽ കയറ്റി പോലീസ് കൊണ്ടുപോവുകയാണ്. വിഷ്ണു ഉണ്ട്. വിഷ്ണു, ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. അവിടെ വലിയ തിരക്കുമാണ്. ഈ 9 പേരെയും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണോ? ദിവിഷ, ഇപ്പോൾ വേടനെയും ആ സംഘത്തിൽ ഉൾപ്പെട്ട മറ്റു 2 പേരെയുമാണ് ഇപ്പോൾ പോലീസ് ആദ്യം തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. 9 പേരാണ് ഈ സംഘത്തിലുള്ളതെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു 4 പേരെ മാത്രമാണ് ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും വൈദ്യപരിശോധനയ്ക്കായിട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ പോലീസ് വാഹനത്തിൽ കയറ്റിയിട്ടുള്ളത്. ഇപ്പോൾ വേടൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, മറ്റു കാര്യങ്ങൾ വിശദമായുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങിയ ശേഷം മാത്രം പറയാമെന്നുള്ളൊരു കാര്യമാണ്. മാധ്യമങ്ങളടക്കം ചോദിച്ചിരുന്നു ലഹരി ഉപയോഗിച്ചോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ അതിൽ വ്യക്തമായിട്ടുള്ള ഉത്തരം വേടൻ പറഞ്ഞില്ല. ഏതായാലും പോലീസിനോട് വേടൻ ഇന്ന് രാവിലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ഇവിടെ നിന്നും വേടനെ ഉൾപ്പെട്ട സംഘത്തിലെ വേടനെയും അതുപോലെ ഒപ്പം തന്നെയുള്ള അവരുടെ കൂടെയുള്ള മറ്റ് 3 പേരെയും വൈദ്യപരിശോധനയ്ക്കായി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റുള്ളവരെ കൂടി അധികം വൈകാതെ തന്നെ ഇറക്കുമെന്നാണ് മനസ്സിലാകുന്നത്. 9 പേരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വേടൻ ഉൾപ്പെടെ 9 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അല്ല വിഷ്ണു, രാവിലെ പിടികൂടിയതാണല്ലോ, എന്തുകൊണ്ടാണ് ഇത്രയും സമയം ഈ ഫ്ളാറ്റിൽ തന്നെ ഇവരെ തുടരാൻ ഉണ്ടായ ഒരു സാഹചര്യം? മറ്റ് വിവരങ്ങൾ ശേഖരിക്കേണ്ടി ഉള്ളതിനായിരുന്നു. അത് നോക്കിയിട്ട് കൃത്യമായ നടപടികൾ, ഞങ്ങൾ സീസ് ചെയ്ത പ്രോപ്പർട്ടീസ് സംബന്ധിച്ച് കൃത്യമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കും.